ത്രിയേക ദൈവത്തിൻ്റെ അതിപരിശുദ്ധ തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അസീസിയിലെ വിശുദ്ധ ഫ്രാൻസിസ് ഒരു യാത്രയിലായിരുന്നു. നടന്ന് അദ്ദേഹം വളരെ വൃത്തിഹീനമായ ഒരു തെരുവിൽ എത്തിച്ചേർന്നു. അവിടെ ഭാഗികമായി തകർന്ന ഒരു കൽപ്പടവിൽ ഒരു വൃദ്ധയായ അമ്മ ഇരിക്കുന്നുണ്ടായിരുന്നു. ആ അമ്മയുടെ വേഷവിധാനവും വളരെ മുഷിഞ്ഞതായിരുന്നു. വിശുദ്ധ ഫ്രാൻസിസ് ആ അമ്മയുടെ അരികെ അമ്മയുടെ കാൽപാദത്തിൽ ഇരുന്നിട്ട് അമ്മയോട് പറഞ്ഞു, അമ്മ, എനിക്ക് ക്രിസ്തുവിനെ കുറിച്ച് പറഞ്ഞു തരാമോ എന്ന് ചോദിച്ചു. ആ അമ്മ ഒന്നും ഉരിയാടിയില്ല. അല്പനേരം കഴിഞ്ഞപ്പോൾ തൻ്റെ മുഷിഞ്ഞ സഞ്ചിയിൽ നിന്നും ഒരു അപ്പക്കഷണമെടുത്ത് അവിടെ ചേറിൽ കളിച്ചുകൊണ്ടിരുന്ന ബാലന്മാരിൽ ഒരുവനെ വിളിച്ച് അവൻ്റെ കയ്യിൽ കൊടുത്തു. അവനത് ആർത്തിയോടെ തിന്നുവാൻ ശ്രമിച്ചുവെങ്കിലും അല്പനേരമൊന്ന് ആലോചിച്ച് വീണ്ടും ആ കളിക്കളത്തിലേക്ക് പോയി മറ്റൊരു ബാലന് കൊടുത്തു. അവൻ വേറൊരുവന് കൊടുത്തു. ആ ബാലൻ അവിടെ വെള്ളം കോരിക്കൊണ്ടിരുന്ന സ്ത്രീകളിൽ ഒരുവൾക്ക് കൊടുത്തു. ആ സ്ത്രീ മറ്റൊരാൾക്ക് കൊടുത്തു. അങ്ങനെ അപ്പം കൈമാറി യാതൊരുവനാലും നോക്കുവാനില്ലാതെ തളർന്ന രോഗശയ്യയിലായിരുന്ന ഒരു വൃദ്ധൻ്റെ കൈകളിലെത്തി. ആ വൃദ്ധൻ സംതൃപ്തിയോടും സന്തോഷത്തോടും കൂടെ ആ അപ്പം ഭക്ഷിച്ചു. നിറമിഴികളോടെ വിശുദ്ധ ഫ്രാൻസിസ് അപ്പത്തിൻ്റെ ഈ തീർത്ഥയാത്ര നോക്കിക്കൊണ്ടിരുന്നു. ഈ അപ്പം ലഭിച്ച ഓരോരുത്തരും തന്നെക്കാൾ യോഗ്യതയുള്ള മറ്റൊരുവനുണ്ടെന്ന് തിരിച്ചറിഞ്ഞിട്ട് ആ അപ്പം ഭക്ഷിക്കാതെ മറ്റൊരാൾക്ക് വേണ്ടി പങ്കുവച്ചു. അവസാനം ആ അമ്മയുടെ കൈകൾ ചേർത്ത് പിടിച്ച് നിറമിഴികളോടെ സ്വർഗത്തിലേക്ക് നോക്കിയിട്ട് ഫ്രാൻസിസ് ഇപ്രകാരം പ്രാർത്ഥിച്ചു, ഞങ്ങളുടെ അപ്പ, ഞങ്ങളുടെ അപ്പമേ എന്ന് പ്രാർത്ഥിച്ചു. പങ്കുവെക്കുവാനല്ലാതെ പിന്നെ എന്തിനാണ് അപ്പങ്ങൾ ചുടുക എന്ന് പറഞ്ഞുകൊണ്ടാണ് പുലർവട്ടം അവസാനിക്കുന്നത്. ഇതേപോലെ തന്നെ യഥാർത്ഥ ശിഷ്യത്വത്തിൻ്റെ മൂല്യങ്ങളെ പങ്കുവെക്കുന്നതാണ് വിശുദ്ധ മത്തായി ശ്ലീഹായുടെ സുവിശേഷത്തിലൂടെ നാം വായിച്ചു കേട്ട വേദഭാഗം. വിശുദ്ധ മത്തായി ശ്ലീഹ എഴുതിയ സുവിശേഷം 10-ാം അധ്യായം 34 മുതൽ 11-ാം അധ്യായം 1 വരെയുള്ള തിരുവചനങ്ങൾ. ഇവിടെ യേശു തമ്പുരാൻ തൻ്റെ ശിഷ്യന്മാരെ തിരഞ്ഞെടുത്ത് അവരെ പരിശീലിപ്പിച്ച് നിയോഗങ്ങളെ ഭരമേൽപ്പിക്കുന്ന വേദഭാഗമാണ് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. വിശുദ്ധ മത്തായി ശ്ലീഹായുടെ സുവിശേഷം 10-ാം അധ്യായം 1-ാം വാക്യത്തിലാണ് യേശു തമ്പുരാൻ തൻ്റെ ശിഷ്യന്മാരെ അവരുടെ നിയോഗങ്ങളെ, യഥാർത്ഥ ശിഷ്യത്വത്തിൻ്റെ നിയോഗങ്ങളെ ഭരമേൽപ്പിക്കുന്നത്. നാം ഇപ്രകാരം വായിക്കുന്നുണ്ട്, അനന്തരം അവൻ തൻ്റെ 12 ശിഷ്യന്മാരെയും അടുക്കൽ വിളിച്ചു അശുദ്ധാത്മാക്കളെ പുറത്താക്കുവാനും സകലവിധ ദീനവും വ്യാധിയും പൊറുപ്പിക്കുവാനും അവർക്ക് അധികാരം കൊടുത്തു എന്ന്. ഈ നിയോഗങ്ങളെ ഭരമേൽപ്പിച്ചിട്ട് അതിനുശേഷമുള്ള ഭാഗങ്ങളിൽ യേശുദമ്പുരാൻ തൻ്റെ ശിഷ്യന്മാരെ പേര് ചൊല്ലി വിളിക്കുന്നു. വീണ്ടും ശിഷ്യത്വത്തിന്, യഥാർത്ഥ ശിഷ്യത്വത്തിന് യോഗ്യതയുള്ളവരായി തീരുവാനായിട്ട് തൻ്റെ ശിഷ്യന്മാരോട് ആഹ്വാനം ചെയ്യുകയാണ്. നാം കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ചെറിയ ഒരു ആശയക്കുഴപ്പമുണ്ടാക്കുന്ന വാക്യങ്ങളാണ് ഇത്. വളരെയധികം തെറ്റിദ്ധരിക്കപ്പെടുകയും ചെയ്യുന്ന ഒരു വാക്യമാണ് ആദ്യ വാക്യം. ഞാൻ വന്നിരിക്കുന്നത് ഭൂമിയിൽ സമാധാനം വരുത്തുവാനെന്ന് നിങ്ങൾ വിചാരിക്കേണ്ട, ഞാൻ വാളിനെ അല്ലാതെ സമാധാനമുണ്ടാക്കുവാനല്ല വന്നിരിക്കുന്നത് എന്ന്. യേശുദമ്പുരാന്റെ ജനനത്തെ പറ്റി ദീർഘദർശിമാരാൽ പ്രത്യേകിച്ച് യെശയ്യാ പ്രവാചകനും യേശുദമ്പുരാനെ സമാധാന പ്രഭു എന്നാണ് വിളിക്കുന്നത്. യേശുദമ്പുരാന്റെ ജനന സമയത്ത് മാലാഖമാർ പാടിയതും
അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ സന്മനസ്സുള്ള മനുഷ്യർക്ക് സമാധാനം എന്നാണ്. ഇങ്ങനെ ഭൂമിയിൽ സമാധാനത്തെ ഘോഷിക്കുവാനായിട്ട്, സമാധാനത്തെ നിവൃത്തിയാക്കുവാനായിട്ട് വന്ന യേശുതമ്പുരാനാണ് ഒരു പ്രത്യേക സാഹചര്യത്തിൽ പെട്ടെന്നൊരു ദിവസം തൻ്റെ ശിഷ്യന്മാരോട് പറയുന്നത്, നിങ്ങൾ വിചാരിക്കുന്നുണ്ടാകും ഞാൻ ഭൂമിയിൽ സമാധാനമുണ്ടാക്കുവാനാണ് വന്നിരിക്കുന്നത് എന്ന്. എന്നാൽ വാളല്ലാതെ സമാധാനം ഉണ്ടാക്കുവാനല്ല ഞാൻ വന്നിരിക്കുന്നത്. വാള് എന്ന വാക്ക് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ അല്പം ഭീതിയും ഭയവും ഒക്കെ ഉളവാക്കുന്ന ഒരു വസ്തുവാണ് വാൾ എന്ന് പറയുന്നത്. വാള് കേൾക്കുമ്പോൾ നമുക്ക് യുദ്ധങ്ങളെയും യുദ്ധശ്രുതികളെയും വേർപാടിൻ്റെയും രക്തച്ചൊഴിച്ചിലിൻ്റെയും ഒക്കെ ചിന്തകളാണ് നമ്മുടെ ഉള്ളിലേക്ക് വരുന്നത്. ഒന്നിനെ രണ്ടായിട്ട് വേർതിരിക്കുന്ന വസ്തുവാണ് വാൾ എന്ന് പറയുന്നത്. എന്നാൽ പരിശുദ്ധ പിതാക്കന്മാർ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ഇവിടെ വിശുദ്ധ മത്തായി ശ്ലീഹ വാൾ എന്ന പദം ഉപയോഗിക്കുമ്പോൾ ഗ്രീക്ക് ഭാഷയിലെ മക്കേ ഐറ എന്നുള്ള രണ്ട് മൂലപദങ്ങൾ ചേർത്താണ് മക്കീറ എന്ന പദം ഉപയോഗിക്കുന്നത്. മക്കേ എന്ന വാക്കിന് അർത്ഥം ബാറ്റിൽ, ഫൈറ്റ് അല്ലെങ്കിൽ സ്ട്രഗിൾ എന്നാണ്. ഐറ എന്ന വാക്കിന് അർത്ഥം ദ ടൂൾ ഫോർ ഫൈറ്റിംഗ് എന്നാണ്. ഈ രണ്ട് പദങ്ങളും ചേർത്ത് മക്കീറ എന്ന പദം ഉപയോഗിക്കുമ്പോൾ ഒന്നിനെ മറ്റൊന്നിൽ നിന്നും വേർപെടുത്തുന്ന ഒരു വസ്തുവായിട്ട് തോന്നുമെങ്കിലും സ്വർണനാവുകാരനായ വിശുദ്ധ ഈവാനിയോസ് നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. യഥാർത്ഥത്തിൽ വാൾ എന്ന വാക്കിൻ്റെ ലിറ്ററൽ മീനിങ്ങിലല്ല, മറിച്ച് ശസ്ത്രക്രിയ ചെയ്യുന്ന ഒരു ഡോക്ടർ തൻ്റെ കത്രിക ഉപയോഗിച്ച് രോഗാതുരമായ കോശത്തെ നീക്കുന്നത് പോലെ നമ്മുടെ ഉള്ളിൽ ഈ ലോകത്തോട് നമ്മെ ബന്ധിപ്പിക്കുന്ന രോഗാതുരമായ വസ്തുക്കളെ മുറിച്ചു മാറ്റുന്നതാണ് വാൾ എന്ന് പറയുന്നത്. വാൾ സത്യത്തെയും അസത്യത്തെയും തമ്മിൽ വേർപിടുത്തുന്നു, നന്മയിൽ നിന്നും തിന്മയെ വേർതിരിക്കുന്നു, നീതിയിൽ നിന്നും അനീതിയെ വേർതിരിക്കുന്നു, വിശുദ്ധിയിൽ നിന്നും അശുദ്ധിയെ വേർതിരിക്കുന്നു. ഈ ലോകത്തോട് നമ്മെ ചേർക്കുന്ന, യഥാർത്ഥ ശിഷ്യത്വത്തിൽ നിന്നും നമ്മെ പിന്തിരിപ്പിക്കുന്ന, ഈ ലോകത്തിൻ്റെ സകല ബന്ധനങ്ങളെയും പൊട്ടിച്ചെറിയുന്ന വാളാണ് യേശുതമ്പുരാൻ നമുക്ക് നൽകുവാനായിട്ട് പോകുന്നത്. വീണ്ടും ഈ ശിഷ്യത്വത്തിലേക്ക് എത്തിച്ചേരുവാനായിട്ട് ഒന്ന് രണ്ട് ക്വാളിറ്റീസ് ഉണ്ടായിരിക്കണമെന്ന് യേശുതമ്പുരാൻ നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. ക്വാളിഫിക്കേഷൻ ഓഫ് എ ട്രൂ ഡിസൈപ്പിൾ, ഒരു യഥാർത്ഥ ശിഷ്യന്റെ യോഗ്യതകളെ പറ്റി യേശുതമ്പുരാൻ ഓർമ്മിപ്പിക്കുന്നുണ്ട്. മുൻപുള്ള വാക്യങ്ങളിൽ 6-ാമത്തെ അധ്യായത്തിലും യേശുതമ്പുരാൻ പറയുന്നുണ്ട്, കുറുനരികൾക്ക് കുഴികളും ആകാശത്തിലെ പറവകൾക്ക് കൂടുകളുമുണ്ട്, മനുഷ്യപുത്രനോ തലചായിപ്പാൻ ഇടമില്ല. തന്നെ പിന്തുടരുവാൻ ആഗ്രഹിക്കുന്ന യേശുതമ്പുരാൻ ശിഷ്യന്മാരോട് പറയുന്നതാണ് ഇത്. ലുക്ക് മീ, ഐ ഹാവ് നത്തിങ്. ഒന്നുമില്ലാത്ത ഒരുത്തൻ്റെ കൂടെയാണ് നിങ്ങൾ പുറപ്പെട്ടു പോരുവാനായിട്ട്. അല്ലെങ്കിൽ ഈ ലോകത്തിൽ ഭൗതികമായ യാതൊരു സമ്പത്തും ഇല്ലാത്ത, തലച്ചായ്ക്കുവാൻ അല്പം ഇടം പോലുമില്ലാത്ത ഒരുവനെയാണ് നിങ്ങൾ പിന്തുടരുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. വീണ്ടും യേശുതമ്പുരാൻ പറയുന്നു, എന്നേക്കാൾ അധികം മാതാവിനെയോ പിതാവിനെയോ സ്നേഹിക്കുന്നവൻ എനിക്ക് യോഗ്യനല്ല. എന്നേക്കാൾ അധികം പുത്രനോ പുത്രിയോ സ്നേഹിക്കുന്നവനും എനിക്ക് യോഗ്യനല്ല. ഈ രണ്ട് വാക്യങ്ങളിലും യേശുതമ്പുരാൻ നമ്മെ ഓർമ്മിപ്പിക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ശിഷ്യത്വത്തിൻ്റെ പ്രയോറിറ്റി ആരാണ് അല്ലെങ്കിൽ എന്താണ് എന്നുള്ളതാണ്. തൻ്റെ ശിഷ്യന്മാർക്ക് നിയോഗങ്ങളെ നൽകി ഒരിക്കൽ കൂടി യേശുതമ്പുരാൻ അവരെ അരക്കിട്ട് ഉറപ്പിക്കുകയാണ്, നിങ്ങളുടെ ശിഷ്യത്വത്തിൻ്റെ പ്രയോറിറ്റി ഞാൻ മാത്രം ആയിരിക്കണം. നമ്മോടും യേശുതമ്പുരാൻ ഇത് തന്നെയാണ് ഓർമ്മിപ്പിക്കുന്നത്. നിങ്ങളുടെ ശിഷ്യത്വത്തിൻ്റെ പ്രയോറിറ്റി ക്രിസ്തു മാത്രമായിരിക്കണം. വീണ്ടും യേശുതമ്പുരാൻ ഓർമ്മിപ്പിക്കുകയാണ്, തന്നെത്താൻ ത്യജിച്ച് തൻ്റെ കുരിശെടുത്തുകൊണ്ട് എന്നെ അനുഗമിക്കാത്തവനും എനിക്ക് ചേർന്നവനല്ല എന്ന. കുരിശ് വളരെ വ്യത്യസ്തമായ അർത്ഥതലങ്ങളിൽ ഉപയോഗിക്കുന്ന പദമാണ്. ഇവിടെ ജീവിതത്തിലെ
കഷ്ടതകളെ നമുക്ക് കുരിശിനോട് ഉപമിക്കാം. നമ്മുടെ ജീവിതത്തിൽ കഷ്ടതകളും പ്രയാസങ്ങളും ഉണ്ടാകുമ്പോൾ യഥാർത്ഥ ശിഷ്യത്വത്തിൽ നിന്നും നാം അല്പം വ്യതിചലിച്ചു പോകും. 12 അപ്പോസ്തലന്മാരെ കർത്താവിൻ്റെ പീഡാനുഭവങ്ങളും കുരിശുമരണവും കണ്ട ശിഷ്യന്മാർ പിന്തിരിഞ്ഞ് ഓടുമ്പോൾ, അവരെ പോലെ നമ്മുടെ ജീവിതത്തിലും കഷ്ടതകളും പ്രയാസങ്ങളും ഉണ്ടാകുമ്പോൾ ആ ശിഷ്യത്വത്തിൻ്റെ സ്ഥാനത്തിൽ നിന്നും നാം പിന്തിരിഞ്ഞ് ഓടും. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 16-ാം അധ്യായം 33-ാം വാക്യത്തിൽ യേശു തമ്പുരാൻ നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്, ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട്, എങ്കിലും ധൈര്യപ്പെടുവീൻ, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു എന്ന. ഈ ലോകത്തിൽ നിന്നും യഥാർത്ഥ ശിഷ്യത്വത്തിൻ്റെ, യേശു തമ്പുരാന്റെ യഥാർത്ഥ ശിഷ്യത്വത്തിൽ നിന്നും നമ്മളെ പിന്തിരിപ്പിക്കുന്ന സകലതിനെയും നമ്മുടെ ഉള്ളിൽ നിന്ന് ആ വാളുകൊണ്ട് വെട്ടിമുറിച്ചിട്ട് ക്രിസ്തുവിൻ്റെ ശിഷ്യത്വത്തിന് നമ്മുടെ ജീവിതത്തിൽ ഫസ്റ്റ് പ്രയോറിറ്റി നൽകണം. അപ്പോൾ നാമും 12 അപ്പോസ്തലന്മാരെ പോലെ പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ യഥാർത്ഥ ശിഷ്യത്വത്തിൻ്റെ അനുഭവത്തിൽ നിന്നും പത്രോശ്ലീഹായെ പോലെയൊക്കെ നാം പിന്തിരിഞ്ഞ് പോയിട്ടുണ്ടാകും. എന്നാൽ നമ്മുടെ ജീവിതത്തിൽ ഒന്നാമത്തെ പ്രയോറിറ്റി, നമ്മുടെ ശിഷ്യത്വത്തിൽ ഒന്നാമത്തെ പ്രയോറിറ്റി യേശു തമ്പുരാന് നൽകുമ്പോൾ തൻ്റെ 12 അപ്പോസ്തലന്മാരെ പോലെ യേശു തമ്പുരാൻ നമ്മളെയും യഥാസ്ഥാനപ്പെടുത്തും. ഇങ്ങനെ തമ്പുരാന്റെ യഥാർത്ഥ ശിഷ്യത്വത്തിൻ്റെ സ്വഭാവ ഗുണങ്ങൾ നമ്മളിൽ ഉണ്ടാകുമ്പോഴാണ് ശിഷ്യത്വത്തിൻ്റെ നിയോഗം നമ്മെയും ഭരമേൽപ്പിക്കുന്നത്. തൻ്റെ 12 അപ്പോസ്തലന്മാരെ പോലെ നമ്മെയും അരികിൽ വിളിച്ചിട്ട് സകല വ്യാധിയും ദീനവും പൊറുപ്പാനും ഭൂതങ്ങളെ പുറത്താക്കുവാനും യേശു തമ്പുരാൻ യഥാർത്ഥ ശിഷ്യത്വത്തിലേക്ക് നമ്മെയും വിളിച്ച് വേർതിരിക്കും. നമുക്കും നമ്മുടെ ജീവിതത്തിലെ ആദ്യ പ്രയോറിറ്റി യേശു തമ്പുരാന് നൽകിക്കൊണ്ട് യഥാർത്ഥ ശിഷ്യത്വത്തിൻ്റെ അനുഭവത്തിലേക്ക് എത്തിച്ചേരുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധ റൂഹ നമ്മെ ശക്തീകരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ നിർത്തുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.